സാധാരണയായിട്ട് നമ്മുടെ ദന്തക്ഷയത്തിൽ ഈ ദന്തക്ഷയം ഉണ്ടാക്കുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ്. അപ്പോൾ പണ്ടും ഒക്കെ പഠനങ്ങൾ പറയുന്നത് പറഞ്ഞാൽ അമ്മ കുഞ്ഞിനെ ചുംബിക്കുമ്പോഴൊക്കെ തന്നെ ചെറിയ തോതിൽ ഇതിനുള്ള ട്രാൻസ്മിഷനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായിട്ട് എഴുതി തള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം മെറ്റേണലി ഡിറൈവ്ഡ് സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് MDS-MD എന്നാണ് ദന്തക്ഷയത്തിന് ഒരു ഭാഗത്ത് ഒരു ചില ലേഖനങ്ങളിൽ സൂചിപ്പിക്കുന്നത്. MDS-MD എന്ന് പറഞ്ഞാൽ മെറ്റേണലി ഡിറൈവ്ഡ് സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് ഡിസീസ് എന്നാണ്. അതായത് അമ്മയിൽ നിന്നും ഉള്ള ട്രാൻസ്മിഷൻ വഴി കുഞ്ഞിലേക്ക് പകരാം. അതേ ഇത് തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെറിയൊരു തോതിൽ നമുക്ക് ഈ സലൈവ വഴി ഇത് പകരാനുള്ള ഒരു സാധ്യത ഈ അണുക്കൾ സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് വന്നിട്ട്, പക്ഷെ അതിന് ഉടനെ വന്നു എന്ന് പറഞ്ഞിട്ട് ഉടനെ എല്ലാവർക്കും വരണമെന്നില്ല. അതിനെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ഈ കേരിയസ് ടെട്രാലോഗി എന്ന് പറയും, ടെട്രാഡ് എന്ന് പറയും. 4 കാര്യങ്ങൾ ഒരുമിച്ച് സമഞ്ജസ സമ്മേളനം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ സമയത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ സുധിയുടെ വായിൽ ഇപ്പോൾ ഈ സെയിം എന്താണ് പറയുക, ഒരേ കണ്ടന്റിലുള്ള ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ വായിൽ ചിലപ്പോൾ കേട് വന്നേക്കാം, സുധിയുടെ വായിൽ ചിലപ്പോൾ വരണമെന്നില്ല. അപ്പോൾ 4 കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും സമയം, അതിനകത്ത് OCT എന്ന് പറയാം, അല്ലെങ്കിൽ ഓറൽ ക്ലിയറൻസ് ടൈം. നമ്മളൊരു മധുരം എന്ന് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ചോറിലാണെന്നുണ്ടെങ്കിലും അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അത് തന്നെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ഷുഗർ ആകുമ്പോൾ ഗ്ലൂക്കോസ് ആവും. അപ്പോൾ അന്നജം ഒക്കെ തന്നെ ഷുഗർ തന്നെയാണ്. അപ്പോൾ മധുരമുള്ള പദാർത്ഥം അർത്ഥമില്ല. നമുക്ക് ഇത്തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഏത് കാര്യവും നമ്മൾ കഴിച്ചിട്ട് ഒരു നിശ്ചിത സമയത്തിന് ശേഷം ആണ് അത് വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ അവിടെ OCT കൂടുകയാണ്, ഓറൽ ക്ലിയറൻസ് ടൈം കൂടുകയാണ്. അപ്പോൾ ഓറൽ ക്ലിയറൻസ് ടൈം എന്ന് പറഞ്ഞാൽ എത്ര ഇപ്പോൾ ഒരുപാട് ചോക്ലേറ്റ് കഴിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിലും ആ കുട്ടി ഇപ്പോൾ 10 ചോക്ലേറ്റ് കഴിച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ വായ വൃത്തിയായി കഴുകുന്നു. വേറൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ 2 ചോക്ലേറ്റ് കഴിക്കുന്നുള്ളൂ, പക്ഷേ രാവിലെ 8 മണിക്ക് ഒരു ചോക്ലേറ്റ് കഴിച്ചു, 12 മണിക്ക് ഒരു ചോക്ലേറ്റ് കഴിച്ചു, പക്ഷെ പിന്നെ അയാൾ വാ കഴുകുന്നത് രാത്രിത്തെ ഡിന്നറിന്റെ കൂടെ ആയിരിക്കും കൃത്യമായിട്ട്. അപ്പോൾ രാവിലെ 8 മണിക്ക് കഴിച്ച ചോക്ലേറ്റിന്റെ അവശിഷ്ടവും കൃത്യമായിട്ട് നീക്കം ചെയ്യുന്നത് രാത്രി 9 മണിക്കായിരിക്കും. പക്ഷേ രാവിലെ 8 മണിക്ക് 10 ചോക്ലേറ്റ് കഴിച്ച കുട്ടി 8:30 തന്നെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ അവിടെ OCT അയാൾക്ക് കുറവാണ്. അപ്പോൾ നമ്പർ ഓഫ് ചോക്ലേറ്റ് അവിടെ കൂടുതൽ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര സമയം കഴിഞ്ഞിട്ടാണ് അവിടെ ആ ഒരു വായിലുള്ള ക്ലിയറൻസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രതലം, അതിന്റെ സർഫസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എൻ്റെ വായിലെ ഒരു അണപ്പല്ലെന്ന് പറയുന്നത് ഒരു കപ്പ് പോലെ കുഴിഞ്ഞ അണപ്പല്ലായിരിക്കും. സുധിയുടെ വായിൽ, മറ്റൊരാളുടെ വായിലെ അണപ്പല്ലെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള പരന്ന പ്രതലമായിരിക്കും. അപ്പോൾ കുഴിഞ്ഞ പ്രതലത്തിനകത്ത് ഒരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ, ഇപ്പോൾ ഫിഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരാൾ നന്നായിട്ട് വാഷ് ബേസിന് പോയിട്ട് വാ കഴുകുമ്പോൾ അയാളുടെ അവിടുന്ന് ആ ടൂത്ത് ക്ലീൻ ആയി. അപ്പോൾ പല്ലിൻ്റെ പ്രതലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്പിയറൻസ്, അത് പിറ്റ് അല്ലെങ്കിൽ ഫിഷറിൻ്റെ വ്യാപ്തി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്ലിയറൻസ് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാക്യത്തുള്ള നമ്മളെ സഹായിക്കുന്ന ഈ പറഞ്ഞല്ലോ ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്. അത് ഓരോരുത്തരുടെ വാക്യത്തും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ചില ആൾക്കാരുടെ വായിൽ ഒരുപാട് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള അണുക്കളുടെ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ ആ ബാക്ടീരിയ തന്നെ ഒരു പരിധിവരെ ദന്തക്ഷയം വരാതെ നമ്മളെ സഹായിക്കും. പക്ഷെ ചില ആൾക്കാരുടെ വായിൽ അത് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഫോമാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഐസ്ക്രീമും ചോക്ലേറ്റും നിർബന്ധം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും കൊടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. ഐസ്ക്രീം നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാം, കാരണം ചോക്ലേറ്റ് ആണ് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ളത്. കാരണം ഭക്ഷണത്തിന്റെ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സ്റ്റിക്കി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ദന്തക്ഷയം വരാൻ കാരണമാകുന്നത്. ഐസ്ക്രീം കൊടുത്തെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം വരാം, കാരണം അത് കുറച്ചും ഇവാപ്പറേറ്റ് ചെയ്ത് പൊക്കോളും, അവിടെ തങ്ങി നിൽക്കാറില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ മീൽ സ്നാക്കിങ്. നമ്മൾ കുഞ്ഞുങ്ങൾ നിർബന്ധം പിടിക്കുമ്പോഴും, ഇപ്പോൾ ലഡു വേണമെന്നോ അല്ലെങ്കിൽ ചോക്ലേറ്റ് വേണമെന്നൊക്കെ നിർബന്ധം പിടിക്കുമ്പോഴും ആ ചെറിയ കുട്ടികൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പ്രായത്തിലാണല്ലോ അവരിതെല്ലാം കഴിക്കേണ്ടത്. അപ്പോൾ അവർക്ക് അതൊരു സോൾ അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ ഫുഡായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഏതെങ്കിലും പ്രധാന ഭക്ഷണത്തിന്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനുശേഷം വൃത്തിയായിട്ട് വായ കഴുകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കുട്ടികൾ ചോക്ലേറ്റ് പറയുന്നുണ്ടെങ്കിൽ രാവിലെ പാരൻസിന്റെ ഗൈഡൻസിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ വേണമെങ്കിൽ ഒരു ചോക്ലേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിന്നറിന്റെ കൂട്ടത്തിൽ ഒരു ചോക്ലേറ്റ് കൊടുക്കാം. പിന്നെ കഴിവതും നമ്മൾ സ്കൂളിൽ കുട്ടികൾക്ക് 11 മണിയുടെ സ്നാക്സ് കൊടുക്കുമ്പോൾ ഈ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ബിസ്ക്കറ്റോ ചിപ്സോ ഒക്കെ ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ വലിയ വാവട്ടത്തിലുള്ള നമ്മൾ വലിയ ആൾക്കാർ കുടിക്കുന്ന തരത്തിലുള്ള വലിയ വാവട്ടത്തിലുള്ള വാട്ടർ ബോട്ടിലുകൾ കൊടുത്തയക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവരിങ്ങനെ പൊക്കി ഒഴിച്ച് കുടിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരുന്നാലും അത് ഇളകിയിട്ട് വയറിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സിപ്പിംഗ് ടൈപ്പ് ഓഫ് ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഈ പറഞ്ഞതുപോലെയുള്ള ഫുഡിൻ്റെ പാർട്ടിക്കിൾസ് ചിലപ്പോൾ രാത്രിയിൽ പിന്നെ അമ്മയോ അച്ഛനോ പല്ല് വൃത്തിയാക്കി കൊടുക്കുമ്പോഴായിരിക്കും പോകും. അപ്പോൾ OCT കൂടുന്നുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ കൂടി ഒത്തു വന്നാലേ ആണ് ദന്തക്ഷയം വരണമെന്ന് തീരുമാനമാവുന്നത്. അപ്പോൾ സലൈവ വഴി തീർച്ചയായിട്ടും കിസ്സിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഒരു ക്ലോസ് കോണ്ടാക്റ്റിലൂടെയൊക്കെ തന്നെ ഈ ബാക്ടീരിയ ഉള്ളിലോട്ട് കടക്കുന്നുണ്ട്. പക്ഷെ അത് എത്ര പെട്ടെന്ന് ദന്തക്ഷയം ഉണ്ടാക്കും എന്നുള്ളത് ഈ ബാക്കിയുള്ള 4 ഫാക്ടേഴ്സും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രാൻസ്മിഷൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. ദ എക്സ്റ്റെൻഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്
ബാക്കിയുള്ള ഫാക്ടേഴ്സിന്റെ ഒരു കോയിൻസിഡൻസ് കൂടി ബേസ് ചെയ്തിട്ടായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളതാണ്.